ശാപം കൈവിട്ട് കഴിഞ്ഞ ആയുധം പോലെയാണ്. തിരിച്ചെടുക്കുവാൻ അയച്ചവന് പോലും സാധിക്കാതെ വരും. ഞാൻ പറയുന്നതല്ല, ലോമപാദരോട് രാജഗുരു പറഞ്ഞതാണ്. 1988 ഇറങ്ങി വൈശാലി എന്നുള്ള ചിത്രം. മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബോൾഡായിട്ടുള്ള സബ്ജക്റ്റുകൾ, അതായത് മറ്റുള്ളവർ തൊടാൻ മടിക്കുന്ന ആർട്ട് ഡയറക്ടറായിരുന്ന ഒരാൾ, വർഷങ്ങളോളം ആർട്ട് ഡയറക്ടറായിരുന്ന ഒരാൾ, പെയിൻറ്ററായിരിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ സിനിമാ സംവിധാനമായി മാറുമ്പോൾ സ്വാഭാവികമായി പൊയറ്റിക് സ്റ്റോറി ടെല്ലിംഗ് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യം. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. മറ്റുള്ളവർ അസ്പൃശ്യമായി കരുതുന്ന പല ടോപ്പിക്കുകളും എടുത്ത് പൊയറ്റിക്കായി അതിനെ പറഞ്ഞു വെച്ച സർഗപ്രതിഭയായ സംവിധായകനായിരുന്നു ഭരതൻ. തകര മുതൽ രതിനിർവേദം വരെ, അമരം മുതൽ വൈശാലി വരെ, താഴ്വാരം മുതൽ ഒരു മിന്നാമിനിൻ്റെ നുറുങ്ങോട്ടം വരെ, നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭരതൻ ചിത്രം, അതേതുമായിക്കോട്ടെ, ചാമരമായിക്കോട്ടെ, കാറ്റത്തെ കിളിക്കൂടായിക്കോട്ടെ, ഒരു മിന്നാമിനിൻ്റെ നുറുങ്ങോട്ടായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ചിത്രം എടുത്ത് നോക്കുള്ളൂ. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം, കഥാപാത്രങ്ങളുടെ ഒരു നാച്ചുറാലിറ്റിയാണ്, യാഥാർത്ഥ്യത്തിൽ ഊന്നി നിൽക്കുന്ന കഥാപാത്രങ്ങൾ. താഴ്വാരം പോലെ ഒരു സിനിമ, മലയാള സിനിമ തൊടാൻ മടിക്കുന്ന സബ്ജക്റ്റാണ്. അതിലെ ക്യാരക്ടേഴ്സ്, അതിലെ ടെറൈൻ, ഇത്രയും റഫായിട്ടുള്ള ക്യാരക്ടേഴ്സ്, റഫായിട്ടുള്ള ടെറൈൻ, പ്രതികാരം, MTയുടെ തിരക്കഥയാണ്. അങ്ങനെ ഓരോ സിനിമകളും, പത്മരാജൻ്റെ തിരക്കഥയിലുണ്ടായ രതിനിർവേദം, മലയാള സിനിമ ഞെട്ടിച്ച സാധനമാണ്. റൈറ്റ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭരതൻ ടച്ച്, അല്ലെങ്കിൽ ഭരതൻ്റെ ഒരു മാജിക് മലയാള സിനിമയിൽ അവശേഷിപ്പിച്ച ഒരു ക്വാളിറ്റി ഉണ്ട്. ഭരതന് ശേഷം ആ ഒരു ക്വാളിറ്റിയിലേക്ക്, ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക്, ആ ഒരു അസ്പൃശ്യമായ ടോപ്പിക്കുകളിലേക്ക് കടന്നു പോകാൻ മടിക്കുന്ന പല സമയത്ത് ഇന്നും ഈ ആധുനിക കാലഘട്ടം. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ താഴ്വാരം 2020 ശേഷം ഇൻസ്റ്റഗ്രാം ജനറേഷൻ്റെ സെൻസേഷനായ സിനിമകളിലൊന്നാണ് താഴ്വാരം. ഭരതൻ പോയിട്ട് കാലം കുറയായി ഓർക്കണം. അദ്ദേഹം അവശേഷിച്ചു പോയ സിനിമകൾ ഇന്നും പുതിയ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും അതിനടുത്ത് വരാൻ പോകുന്ന തലമുറയ്ക്കും ഇൻസ്പിറേഷനായി സിനിമയുള്ള കാലത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.